ക്ഷേത്രങ്ങളിൽ പഞ്ചമഹാക്ഷേത്രങ്ങളെന്ന് പുകഴ്പെറ്റ 5 ക്ഷേത്രങ്ങൾ: ആര്യൻകാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ, ശബരിമല. പിന്നെയുള്ളത് നമ്മുടെ സ്വന്തം അയ്യപ്പൻ കോവിൽ എന്നാണ് സങ്കല്പം. കൈയടിച്ച് നമ്മുടെ അയ്യപ്പൻ കോവിലിന്റെ ഹിസ്റ്ററി. പുണ്യനദിയായ പെരിയാർ വലം ചുറ്റി ഒഴുകുന്ന ഭഗവാന്റെ പുണ്യസംഗീതമായ അയ്യപ്പൻ കോവിൽ, ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പല കാരണങ്ങളാൽ തകർക്കപ്പെട്ടപ്പോഴും ഭക്താനുഗ്രഹദായകനായ ഭഗവാന്റെ ചൈതന്യം പൂർവാധികം ശക്തിയോട് പ്രഭ ചൊരിഞ്ഞ് നിൽക്കുകയാണ്. ക്ഷേത്രത്തിൽ നടന്ന ദേവപ്രശ്നവിധി പ്രകാരം ഭഗവാന്റെ ശ്രീകോവിൽ നവീകരണത്തിന് ശേഷമുള്ള പ്രതിഷ്ഠാ പൂജകളും വില്ലാളി വീരനായ അയ്യപ്പ ഭഗവാന്റെയും ദേവിയുടെയും വിഗ്രഹ പ്രതിഷ്ഠയും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി 10 വരെ നടത്തപ്പെട്ടു. കൈയടിച്ചോ? ഈ മഹാ അനുഗ്രഹത്തിന് കാരുണ്യഭൂതരായ പുതിയ ഭരണസമിതി അംഗങ്ങൾക്ക്, പുതിയ ഭരണസമിതി അംഗങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പ്രസിഡന്റ് ശ്രീ കെ ഷാജി കന്നിയേലത്ത്, സെക്രട്ടറി MS പ്രശാന്ത് മാനമൂഴിയിൽ, ട്രഷറർ സുരേന്ദ്രൻ പിള്ള ദീപള്ളിക്കുന്ന്. നല്ലൊരു കൈയടി ഇവർക്ക് വേണ്ടി കൊടുക്കാം. ഈ നേതാക്കൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ കഷ്ടപ്പാടിന് അല്ലെങ്കിൽ ഇവരുടെ അഘോര കഠിന പ്രയത്നത്തിന് ഈ വില്ലാളി വീരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവരുടെ ഹൃദയത്തിലും ഇവരുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ഊർജവും കൊടുത്തുകൊണ്ട് കൈയടിച്ച് നമ്മൾ ഇന്നിപ്പം ഈ ഒരു അയ്യപ്പന്റെ ഈ ഒരു മഹാശിവരാത്രി മഹോത്സവത്തിന് ഈ ശ്രീധർമ്മ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാൻ കാരണഭൂതരായ നമ്മുടെ കെ ഷാജി കന്നിയേലത്ത്, മിസ് പ്രശാന്ത്, അതുപോലെ തന്നെ ശ്രീധരൻ പിള്ള, സുരേന്ദ്രൻ പിള്ള, ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു കൈയടി തന്നെ കൊടുക്കണം. ഈ ഒരു ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ പ്രശ്നങ്ങൾക്കിടയിൽ ഇവര് ഇത് സാധ്യമാക്കി. നിസ്സാര കാര്യമൊന്നും അല്ല ചെയ്തേക്കുന്നേ. നന്നായിട്ട് കൈയടിക്കട്ടെ. അയ്യപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഉടൻ തന്നെ നമുക്കറിയാം, നമുക്കൊരു കാര്യം കൂടെ ഓൾറെഡി അറിയായിരുന്നു. 2024 ഏപ്രിൽ 15 പണി കഴിപ്പിച്ചതാണ്. ഇവിടെ ഈ ഒരു പുനഃപ്രതിഷ്ഠ പണി തുടങ്ങിയിട്ടുണ്ട്. അത് 2025 ഫെബ്രുവരി 10 ആയപ്പോഴത്തേക്കും പുനഃപ്രതിഷ്ഠ ഇവർ നടത്തി. അതായത് 1 വർഷം പോലും എടുത്തില്ല. കൊടുത്തേ മതിയാവൂ. ഇവരുടെ ഏറ്റവും വലിയ, ഇവർക്ക് മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്ക്. ഇപ്പൊ നമ്മളിപ്പോ അയ്യപ്പൻ കോവിലാണെങ്കിൽ പോലും എത്രയോ സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ ഒഴിഞ്ഞെടുത്തേക്കുന്നത് അല്ലേ? എല്ലാവർക്കും ഈ ഒരു ക്ഷേത്രത്തിൽ വരുവാനും അയ്യപ്പനെ കാണുവാനും ഒക്കെയുള്ള ആ ഒരു ഭാഗ്യം സിദ്ധിക്കാൻ സാധ്യമാക്കിയ ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് അർഹിക്കുന്ന കൈയടി തന്നെ ആവശ്യമാണ്. അതുപോലെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാം. നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം അങ്ങനെ ഞങ്ങള് ശിവരാത്രിക്ക് പോകാനായിട്ട് ഒരുങ്ങിയതാ. മാള് മേടിച്ചു തന്ന കമ്മലും ഒക്കെ ഇട്ട് സുന്ദരിയായോ നോക്കുവാണേ. എന്നാ നമുക്ക് ശിവരാത്രിയിലോട്ട് പോവാം. പോരട്ടെ? ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോ അങ്ങോട്ട് കാണാവോ? നല്ലതാണോ കേട്ടോ? ക്ഷമിക്കുവാ കേട്ടോ അപ്പ. കമ്പളി നാരങ്ങ ഇല്ലെന്ന് തോന്നുന്നു. എന്നാ ചേട്ടായി? വീണേക്കല്ലേ എടാ, അത് നമ്മുടെ ഇവിടുത്തെ അല്ലേ? അത് റോയ് ചേട്ടൻ പുതിയ വീട് പണിയുന്ന. അത് തന്നെ. വെള്ളം കണ്ട
അത് പണി തീർന്നില്ലല്ലോ അമ്മേ. നമ്മുടെ നാടിന് നടപ്പ് എടുത്തേക്കാം. ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? എന്നാടാ ഈ ചട്ടി നടക്കുന്നേ? പണ്ടത്തെ പോലെ തന്നെ അമ്മ 2 ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പുതയ്ക്കാൻ ഷാളും കടുങ്കാപ്പിയും വെള്ളമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. നേരത്തെ പായും കുറച്ച് പേപ്പറും ഒക്കെ ആയിട്ട് ജീപ്പൊക്കെ വിളിച്ച് കുറേ പേരുടെ കൂട്ടത്തിലായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. അതൊക്കെ ഓർമ്മ വന്ന് ഞാൻ 10 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു, 10 വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ശിവരാത്രി കൂടാൻ വന്നതാ. എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാന്ന് വെച്ചു. എല്ലാവരും പോരെ, നമുക്കൊന്ന് ശിവരാത്രി കൂടിയിട്ട് വരാം. ഒന്നും പറയാനില്ല, നമ്മുടെ പോലീസുകാർ അടിപൊളിയായിരുന്നു. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ശിവരാത്രി കൊഴിപ്പിച്ചായിരുന്നു. അവിടങ്ങളിലെ എല്ലാ കുട്ടികളും സ്ത്രീകളും നാട്ടുകാരും ഒക്കെ വളരെ സുരക്ഷിതരായിരുന്നു. താങ്ക് യു നമ്മുടെ കേരള പോലീസ്. അത്ര പ്രൊട്ടക്റ്റഡായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം സംഭവിച്ചു. അവിടെ ഒരു വയ്യാത്ത ഒരു കൊച്ചിന് ചെറിയൊരു ഫിറ്റ്സ് പോലൊക്കെ വന്നു. അപ്പോൾ ആ സമയത്ത് കുറേ കുട്ടികൾ, അതേ സമപ്രായക്കാരായ കുട്ടികൾ ആ കൊച്ചിനെ നോക്കി എല്ലാം എണീപ്പിച്ച് ഇരുത്തിയൊക്കെ ചെയ്ത് കുറേ ഹെൽപ്പൊക്കെ ചെയ്തിട്ടാണ് ആ കുട്ടികൾ പോയത്. പിന്നെ ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞ് അതിന് ശേഷം അവർ ആശുപത്രിയിലോട്ടൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഒരു സംഭവമൊക്കെ നടന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറഞ്ഞപ്പോഴേ തന്നെ ഉടനെ തന്നെ സാറുമാർ വേഗം പോയി നോക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ എന്ത് പറഞ്ഞാലും ഒരുപാട് നന്ദി കേരള പോലീസിന്. എന്നെ നാട്ടിൽ വന്നു നമുക്ക് നാറ്റം ഇഷ്ടമുള്ളവർക്കും വേണം. അതെ, നമ്മൾ നേരത്തെ വന്നത് നല്ലതായി. ഇതൊക്കെ എടുക്കാലോ വെളിച്ചത്തോടെ. അതെ, അങ്ങോട്ട് നോക്കണേ. നിങ്ങൾക്ക് അവിടെ തീരുമാനിച്ച് കണ്ട് കണ്ട് മടുത്തല്ലേ? ആഘോഷത്തിൽ വെല്ലുവിളികളിലേക്ക് കളിക്കുന്ന പെൻസുകളുടെ തെക്കുകളെ പോലെ താഴെ പറക്കുകയാണ് ഞങ്ങളുടെ കലാകാരന്മാർ. കണ്ണെന്ന് ചിന്നിയാൽ കാലം പറിയാൽ മനസ്സെന്ന് പതറിയാൽ മരണമാണെന്ന് ആ മരണത്തെ മാറ്റി പിടിച്ചുകൊണ്ട് മരണത്തിൽ മുഖാമുഖം കണ്ടുകൊണ്ട് മരണം നമ്മൾക്ക് കൈപ്പിലടിയുന്നവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് കലാകാരന്മാർ സയൻസ് നിർദ്ദേശത്തിന്റെ നിങ്ങളെല്ലാവരും ചിരിപ്പിക്കാൻ വേണ്ടി ആ ഡോഗ് ഷോ കാണാൻ വെറും 50 രൂപയുള്ളൂ. അങ്ങനെ സ്ക്രീനൊക്കെ കണ്ടേ. ഡോഗ് ഷോ അടുത്ത പ്രദർശനം വേദിയിൽ ആരംഭിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഡോഗ് ഷോയുടെ അടുത്ത പ്രദർശനത്തിന്റെ ടിക്കറ്റ് ഇവിടെ കൗണ്ടറിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 5 നായ്ക്കുട്ടികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു കോമഡി ഷോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അവിടെ അമ്മായി പറ്റപ്പോഴേ ഞങ്ങൾ അവിടെ നമുക്ക് ആ മീൻ വരെ വിൽക്കുന്നുണ്ടോ? മീൻ
കുഞ്ഞേച്ചി അമ്മ എന്തി? കുഞ്ഞേച്ചി അമ്മ എന്തി? അതെ, ആ അവിടെ ആരോ കണ്ടു. നിക്ക് വരട്ടെ വരട്ടെ. ആരാ അമ്മേ? ആരാ? അവിടെ വിഷ്ണുവിന്റെ പേപ്പർ കോത്തി ആണോ? ഞാൻ കണ്ടു. എന്നതാ എന്നാ മേടിക്കേ? എന്നാ ചെല്ലേ എന്നോ ചെല്ലേ അവനെ കൊണ്ട് കൊടുക്കുന്നില്ല. ഓ എന്നെ മേടിക്കാൻ കൊച്ചിൻ്റെച്ചാ ആണോ? ആറ് മണി ആയതേ ഉള്ളൂ. നേരം എടുത്തിട്ട് 6 മിനിറ്റ് ആയതേ ഉള്ളൂ. അവളെന്നെ വിളിക്കണ്ടായിരുന്നു. വിഷ്ണു ഒക്കെ അങ്ങോട്ട് പോയി. ശ്രീകാന്ത് അങ്ങോട്ട് പോട്ടെ. നല്ലപോലെ കണ്ടോട്ടുള്ളൂ. എല്ലാരും കാണട്ടെ. ഒരു യൂട്യൂബ് ചാനലുണ്ട്. നല്ലപോലെ എടുത്തേക്കാം. ഞാൻ ശേഷം എന്റെ ചേട്ടൻ വരുവാണോ? ആ ശരി ശരി ശരി. അവർക്ക് ഇങ്ങനെ കാണാൻ നിൽക്കുന്നില്ലേ? അങ്ങനെ തന്നെ വരണം. അമ്മ ഇല്ല എനിക്ക് മറക്കാതെ ലൈറ്റിരിക്കുന്ന ഒരാളാ. എനിക്ക് മറക്കാതെ ലൈറ്റിരിക്കുന്നതോ? അതൊക്കെ ഇത്രേ ഉള്ളപ്പോ തൊട്ടുള്ള പരിചയമല്ലേ? ചേട്ടായി അത് വന്നില്ല. അവര് വലുതായിരിക്കും. ചുരിദാരൊക്കെ പോകും. എന്നിട്ട് ഞാൻ കുറച്ചു നേരം എന്തായാലും വന്നാലേ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണം. ഞാൻ ഇന്നലെ കുഞ്ഞേച്ചിയുടെ അടുത്ത് പോയിട്ട് ഇന്ന് ഇങ്ങോട്ട് വന്നു. ആ വഴി ഇങ്ങോട്ട് വന്നു. ആരാ? ആ അതെ അതെ. ഈ ഓരോ സമയം നിൽക്കുന്ന മിനിറ്റുകൾക്ക് വില കൂടുതലെന്നാ പറഞ്ഞത്. കുട്ടമ്മാവിന് ഇവിടെ എങ്ങാനും ഉണ്ടോ? ഇതിലിറങ്ങ. ആ ഇതിലേ നമുക്ക് അവിടെ പോയി വെള്ളമൊക്കെ കണ്ടിട്ട് വരാം. ബാ അതൊക്കെ ഇറങ്ങണേ. നമുക്ക് നോക്കട്ടെ. അതെ അതൊക്കെ ഇറങ്ങണേ. അല്ല പൂഴിമണ്ണായ കാരണേ നമുക്ക് അവിടെ പോയി ഇവിടെ ഒന്ന് എടുക്കാം. ഇവിടെ ഒന്ന് എടുത്താൽ മതിയേ. ഇവിടെ നിൽക്കാം നമുക്ക്.
താഴെ വരെ പോണ്ട. താഴെ ഉണ്ടോ ആൾക്കാർ? ആ എന്നാ വാ. എന്തോ ആൾക്കാർ വാ. വീഴല്ലേ? പയ്യെ ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി. പയ്യെ ബോട്ടിൽ കയറണ്ട. ബോട്ട് സന്ധ്യയായില്ലേ? ഇങ്ങോട്ട് പോ. ചുറ്റ എടുക്കാം. ചുറ്റ പടം എടുക്കാം. അങ്ങോട്ട് പോ. ഇപ്പൊ നമുക്ക് ബോട്ടിൽ പോകാനേ പറ്റത്തില്ലല്ലോ. എന്നിട്ട് അവിടെ നിന്ന് ബോട്ട് വരും. അച്ഛ അവിടെ ഇരിക്കുമല്ലേ? നമുക്ക് വന്നിട്ട് ബോട്ട് കാണാം. ഇവിടെ നമുക്ക് ഈ ബോട്ട് ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇല്ല ബോട്ടിൽ കയറണോ? ചേട്ടനോട് എത്രയാന്ന് ചോദിച്ചാലോ? ബോട്ടിൽ കയറുന്ന എത്ര സമയം ആവും അറിയത്തില്ലല്ലോ. അച്ഛയോട് പറയാതെ അല്ലേ വന്നേ? അച്ഛ വഴക്ക് പറയും. നമുക്ക് അച്ഛയോട് ചോദിച്ചിട്ട് വന്നു കയറാവേ. കണ്ട കിളികൾ പറന്നു പോകുന്നുണ്ടോ? അങ്ങ് നമുക്ക് അച്ഛയോട് ചോദിച്ചിട്ട് വരാം. അച്ഛ വഴക്ക് പറയും ചോദിക്കാതെ കയറിയാലേ. അച്ഛൻ അവരോട് പറയാതെ അല്ലേ ബോട്ടിൽ കയറാൻ പോകുന്നത്? അപ്പോൾ വഴക്ക് പറയും. അത് വഴക്ക് പറയുമായിട്ട്. ഇതല്ലേ ബോട്ട്? അയ്യപ്പൻ തൃക്കേട നക്ഷത്രം പരിപാടുന്ന പരിപാടുന്ന സ്വാമിയെ അറിയോ? തിരികെ കിട്ടുവാൻ രാഗം, താളം, കൊറിയോഗ്രാഫി, അറബി, கூட
ஜனங்கள் கீதம் பாடு மாணவர்கள் தானம் பாடு. വയലും ഇരിക്കാലോ നമ്മളെ പണി കാണുന്നില്ല, ഈ തടിക്ക് വലിയ പണി കാണുന്നില്ല. വേണ്ട കടുപ്പൊന്നും വേണ്ട, എന്നതാ കടുപ്പൊന്നും വേണ്ട. കാപ്പിക്കോ അടിയിലാണ് എപ്പോഴും കടുപ്പം കൂട്ടി അടിക്കില്ല, ഇതാ നല്ലത്. നടത്തണോ നിനക്ക് വെടിപ്പുഴ നടത്തണോ? കുറേ കാവലിന് ആൾക്കാരുണ്ട്. ചേട്ടാ ഏതായാലും അത് വേണമെങ്കിൽ എല്ലാവരും എടുക്കാന്നേ. ചേട്ടായി കിടക്കുന്നതാണെങ്കിൽ കൂട്ടി വെച്ചു. കൊച്ചിന് എന്തിയോ ഷാള് ഇച്ചിരി കിട്ടുവാണ് ഉറുക്ക് വന്നു അല്ല ഇതിങ്ങനെ പോലെ നക്ഷത്രം പരിപാടി അനുപമ പൂയ നക്ഷത്രം പരിപാടി എനിക്ക് അടുത്ത ദിവസം ഇവിടെ പോകുമ്പോ എനിക്കില്ലേ എനിക്കിനി അടുത്ത ദിവസം ഇവിടെ പോകുമ്പില്ലേ മറ്റേ എവിടുന്നാണ് എന്നാർന്നു കിട്ടിയത്? അമ്മാമ്മയുടെ കമ്മാക്കുഴി. ആ എന്നതാണോ കമ്മാക്കുഴിയുടെ കാര്യമൊക്കെ പറയുന്നത്? പിന്നെ എന്നാ പറ്റും ഇല്ല ഇല്ലെന്നേ. വരുവാണോ? പരിഷത്തിന്റെ ജില്ലാ പ്രസിഡന്റും RSSന്റെ സാമാജിക ഷാള് വേണോന്ന്? അമ്മാന് ഷാള് വേണോ? ഷാള് വേണോ? ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ് ശ്രീ അന്നപൂർണശ്രീ ക്ഷേത്രം മേൽശാന്തി നമ്മളൊക്കെ ചെമ്മണ്ണ് തിരുമേനി എന്ന് സംബോധന ചെയ്യുന്ന ബ്രഹ്മശ്രീ ശ്രീധരൻ അദ്ദേഹത്തിന് ഈ ക്ഷേത്രവുമായി വളരെ അടുത്ത ബന്ധമാണ്, ആത്മബന്ധമാണുള്ളത്. അദ്ദേഹം ഇവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെയും ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ER രവീന്ദ്രൻ രവിചന്ദ്രൻ അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി യൂണിയൻ പ്രസിഡന്റ്. നമ്മുടെ ഈ ക്ഷേത്രം ആദ്യമായി കൊണ്ട് കാണിക്കുകയും VHPയുടെ ജില്ലാ സമിതി അംഗവുമായ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ബഹുമാനാര്യായി ഉണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അത് സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് അതിനെ എല്ലാ അർത്ഥത്തിലും നമ്മുടേതായ നാടിന്റെ സർവ പുരോഗതിക്കുമായി
എത്താമെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ബഹുമാനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ്. അദ്ദേഹത്തിന് ചില സാങ്കേതിക കാരണങ്ങൾ അദ്ദേഹത്തിന് എത്താൻ അസൗകര്യമുണ്ട്. അതിന് പകരമായി അദ്ദേഹം നിയോഗിച്ചത് നമ്മുടെയൊക്കെ സമാദരണീയനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സർവശ്രീ രാരിച്ചൻ നീർണാക്കുന്നൻ. അദ്ദേഹത്തെ എല്ലാ ആദരവോടും കൂടി ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ബഹുമാനായ പീരുമേട് MLA സർവശ്രീ വാഴൂർ സ്വാമി. അദ്ദേഹത്തെ ആദരവോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് ആന്ധ്രാപ്രദേശ് ഇടുക്കി യൂണിയൻ പ്രസിഡന്റ്. ചെറിയൊരു പർച്ചേസൊക്കെ നടത്തിയിട്ട് പിന്നെ ഞാനും അമ്മയും ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും